ഒന്നുമേ അറിയില്ലാന്ന് പച്ചക്കള്ളം. അവളെ തിന്നാനും വാതുറക്കാനും വാതുറക്കുന്നത് കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. ഞാൻ വള്ളിക്കീഴിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര്. അറിയാമോ? എനിക്കറിയില്ല. അറിയില്ല. നേരിട്ട് എനിക്ക് ആരെ അറിയില്ല, കേട്ടിട്ടുണ്ട്. എനിക്ക് ആ പേര് ഞാൻ പറയുന്നത് എനിക്കറിയില്ല. സുധിച്ചേട്ടൻ പറഞ്ഞ പോലും അറിയില്ല. സുധിച്ചേട്ടൻ പറഞ്ഞറിയാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു കള്ളമല്ലേ ചേച്ചി? അറിയില്ല. സുധിച്ചേട്ടൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവരെ നേരിട്ട് എനിക്കൊരു ബന്ധവുമില്ല, പരിചയമില്ല. ഞാൻ എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വീണ ഇത് ഇതുപോലെ പറഞ്ഞ പോലെ സുധിച്ചേട്ടൻ എന്റെ പഴയ ലൈഫിനെ പറ്റി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ എന്ന് പറയുന്നത് വീണ എസ് പിള്ളയും രേഷ്മ പി തങ്കച്ചനും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചിട്ടാണ്. രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാറാണെന്ന് സ്വയം വിചാരിക്കുന്ന രേണു സുധിയും, വീണ എസ് പിള്ള എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. അവർ നിയമപരമായിട്ട് ഡിവോഴ്സായി. അവർക്കിപ്പോൾ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അവർ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ. ഏകദേശം ഒരു 32 മിനിറ്റോളം ഉള്ള ലൈവാണ്. അവരതിൻ്റെ അകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ലൈവിന് വരാനുണ്ടായ സാഹചര്യം രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരെന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, അവരുടെ ഈ അടുത്ത ദിവസം 2 ദിവസം മുന്നേ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലെന്നെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ കുണുകുണാ മെസ്സേജ് ഞാൻ അയച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ ഡീറ്റെയിൽ ഇത് മുഴുവനായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു ലൈവ് വീഡിയോ ആയിരുന്നു. 32 മിനിറ്റോളം ആ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്കതിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും അവരതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അവരുടെ കുടുംബജീവിതം തകർക്കാൻ കാരണക്കാരി രേണു ആണെന്നുള്ള അർത്ഥത്തിൽ വരെ അവർ പറയുന്നുണ്ട്. കാരണം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് തകർത്ത ആളോട് നമുക്ക് എന്ത് തന്നെയായാലും ഒരു ഇതുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറഞ്ഞത്. അത് സത്യമാണ്. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ അത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ രേഷ്മ പി തങ്കച്ചന് വേണ്ടിയിട്ട് നല്ലൊരു മറുപടിയാണ് അവർ കൊടുക്കുന്നത്. ഇനിയെങ്കിലും ഞാൻ സ്വന്തം, അതായത് ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്, അല്ലാതെ കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഫെയിം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ മനുഷ്യനെ വിറ്റിട്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് 100ക്ക് 110% സത്യമാണ്. രേണു സുധി ഇവിടെ ചെയ്യുന്നത്, കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടാണ് രേണു സുധി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും കൊല്ലം സുധിയുടെ ആ മനുഷ്യൻ്റെ പേര്. മരിച്ചു കഴിഞ്ഞാലെങ്കിൽ ഒരു മനുഷ്യർക്ക് നമ്മൾ സമാധാനം കൊടുക്കുമെന്ന് പറയും. ആ മനുഷ്യന് മരിച്ചു കഴിഞ്ഞിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. മുകളിലിരുന്ന് ആ മനുഷ്യൻ ഇതൊക്കെ കാണുമ്പോൾ എത്ര വിഷമിക്കുന്നുണ്ടാവും. എന്തിനാലും നമ്മൾ പറയില്ലേ, നമ്മുടെ ആത്മാക്കൾ അങ്ങനെയൊക്കെ പറയില്ലേ, അത് പോലെ ആ മനുഷ്യനിപ്പോൾ അത്രയും വിഷമിക്കുന്നുണ്ടാവും. കാരണം ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യങ്ങളോ ഒരു ഇതോ കോൺട്രവേഴ്സിയോ ഒന്നും ഉണ്ടാകാതിരുന്ന ഇതായിരുന്നു. എന്നാൽ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ആദ്യത്തെ ഇതൊക്കെ സ്റ്റാർ മാജിക്കിൽ പറയുന്നത് നമ്മൾ കേട്ടതായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം അറിയില്ലായിരുന്നു. അവർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പറയണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് ആ മനുഷ്യൻ തെറ്റിച്ചില്ല. ആ കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യനും അവരെൻ്റെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ എനിക്ക് വന്ന് പ്രതികരിക്കേണ്ടി വന്നത് രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി എന്ന് പറയുന്നില്ല, രേണു പറയുന്ന ഒരു വ്യക്തി കാരണമാണ് എൻ്റെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡിവോഴ്സ് ആയ ശേഷം കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മനസ്സിൽ നിന്ന് മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ അവർ പറയുന്നത് സത്യം. അവർ തമ്മിൽ ഡിവോഴ്സ് ആയ ശേഷമാണ് ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞത്. പക്ഷേ ഇവർ കാരണമാണ് അത് സംഭവിച്ചതെന്ന് അവരെടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് രേണു സുധി വലിയ മഹാത്മാവാണെന്നും രേണു കരുതണ്ട. രേണു കാരണം കുറേ പേർക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രേണു പറയും, ഞാൻ ആർക്കൊരു തെറ്റും ചെയ്തില്ല, ആരെയും കുടുംബജീവിതം തകർത്തില്ല എന്ന് രേണു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ ഇവർ പറയുന്നത് വെച്ചിട്ട് ഇവരുടെ കുടുംബജീവിതം തർക്കാൻ രേണു ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ ഇവർ കിച്ചുവിനെ കുറിച്ചിട്ടും രേണു എന്തൊക്കെയോ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടായിരുന്നു. അവർ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും രേണു കുറ്റം പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇവരായിട്ട് സംസാരിച്ചിരുന്നു, അതായത് ചാറ്റിങ്ങും അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നേരിട്ട് കണ്ടില്ല എന്ന് മാത്രമേ രേണു പറയുന്നതിൽ സത്യമുള്ളൂ. അപ്പോൾ രേണു പറയുന്നതിൽ 90% കള്ളാണ്. നമുക്കപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നൊന്നും ആദ്യം കേൾക്കാം. ഒന്നുമേ അറിയില്ലാന്ന് പച്ചക്കള്ളം. അവളെ തിന്നാനും വാതുറക്കാനും വാതുറക്കുന്നത് കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. ഞാൻ വള്ളിക്കീഴിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ രേഷ്മ എന്നോട് ചോദിച്ചിരുന്നു, രേഷ്മയ്ക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം,
ഇതിൽ പല ആൾക്കാർക്കും എന്നെ നന്നായിട്ട് അറിയാം. എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള പല ആൾക്കാരും എന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എവിടെയും ഒളിച്ചിരിക്കുന്നതോ. വീണ എന്ന് പറയുന്ന സ്ത്രീ, അതായത് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന ഇരുന്നാന്ന് തന്നെ പറയും. കാരണം അവർ ഡിവോഴ്സായി, അവർ വേറെ വിവാഹം കഴിച്ചു, അവരിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ നിലവിൽ രേണു സുധിയാണ് ഭാര്യ. അതൊക്കെ അവർ പറയുന്നുണ്ട്. അവർ ഈ രേണു സുധിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ രേണു സുധിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണു സുധി പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രേണു സുധി പറയുന്നതെന്ന് വെച്ചാൽ കേസ് കൊടുത്ത കാര്യമൊന്നും എനിക്കറിയില്ല. പിന്നെ ഇവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇൻ്റർവ്യൂവിലിരുന്ന് ബബ്ബ അടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ രേണു സുധിയോട് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇവരെ, അതായത് കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ പാസ്റ്റും അറിയാം, നിങ്ങളുടെ പാസ്റ്റ് കൊല്ലം സുധിക്കും അറിയാമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവരെ അറിയാമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾ വന്നിരുന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ സത്യമാണ് നിങ്ങൾ കള്ളമാക്കാൻ ശ്രമിക്കുന്നത്. സത്യം എപ്പോഴും തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ശ്രമിക്കണം. അവരും ഒരു സ്ത്രീ തന്നെയാണല്ലേ. നിങ്ങൾ അവരെക്കുറിച്ചിട്ട് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേട്ടിരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അപകീർത്തിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുത്തത്. അവർ കേസ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. അവർ ഇതിൻ്റെ അകത്ത് പറയുന്ന വ്യക്തമാണ്. എനിക്ക് അവരെ മോശമാക്കാനോ ഒന്നും വേണ്ടിയില്ല. പക്ഷേങ്കിൽ എൻ്റെ പേര് പറഞ്ഞ് അവർ എന്നെ ഒരു കുറ്റക്കാരിയാക്കുന്ന പോലെയായിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ആക്കണം തോന്നിയിട്ടാണ് അവർ വന്നത്. അവർ ഇതുവരെയായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നിനും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ കാരണമാണ് അവരെ കുടുംബജീവിതം തകർന്നതെന്ന് അവർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് കൊല്ലം സുധി എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ചിട്ടാണ്. കാരണം മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു ജൂണിലേക്ക്, എന്നിട്ടും ആ മനുഷ്യനൊരു സമാധാനവും കിട്ടുന്നില്ല. പക്ഷെ മരിച്ചെടുത്ത് പോലും സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വളരെ മോശമായ ഒരു അവസ്ഥ തന്നെയാണത്. അദ്ദേഹം ഭൂമിയിൽ ഇരുന്നപ്പോൾ ഇവരാരും ഒന്നും വന്നിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. കാരണം അതിനുള്ള ഇട ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് രേണു പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, സ്റ്റാർ മാജിക്കിൽ ആ വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ വീണ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ പറയാണ്ടെന്നത് നമ്മൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യമുള്ളതുകൊണ്ട്. കാരണം അത് അങ്ങനെ പറയരുത് എന്നുള്ള ഒരു എഗ്രിമെൻ്റ് പോലെ നമ്മൾ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് വാക്ക് പാലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേണു സുധി അതാണ് എടുത്തൊരു കാരണമാക്കി പറയുന്നത്. അത് ഒരു കണക്കിന് പറയാഞ്ഞത് നല്ലതായിരുന്നില്ല. അത് പിടിച്ചിട്ടാണ് രേണു സുധി കയറുന്നത്. മരിച്ചു കഴിഞ്ഞിട്ടും ആ വ്യക്തിക്കൊരു സമാധാനം കൊടുക്കുന്നില്ല. സാധാരണ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ദുഷ്ടത്തരവും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചിട്ട് നാട്ടുകാരായാലും എല്ലാവരും പറയുന്നത് പാവം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് പോലെയായിട്ടാണ് പറയുന്നത്. മരിച്ചു കഴിഞ്ഞിട്ടും സമാധാനം കൊടുക്കുന്നില്ല. അതിന് മെയിൻ കാരണം ഈ രേണു സുധി എന്ന് പറയുന്ന ഈ കൊല്ലം സുധിയുടെ 3ാമത്തെ ഭാര്യ എന്ന് തന്നെ പറയാം. കാരണം 3ാമത് വിവാഹം കഴിച്ചാണല്ലോ, 3ാമത്തെ ഭാര്യ എന്ന് തന്നെ പറയാം. ഇവരാണ് ഇപ്പോൾ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വെച്ച് മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തിനും ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് ആ പേര് വെച്ചിട്ട് ഇപ്പോൾ ഇവർ ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിലും ആ കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേര് വെച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ട്രോഫി കട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഇട്ടു. ഇനി ഭാവിയിൽ എങ്ങനെയാണെന്നറിയില്ല. ഫോട്ടോസൊക്കെ എവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഹോളിൽ വെക്കുന്നുണ്ട്. ഇനി നാളെ എന്താവും എന്ന് പറയാൻ കഴിയില്ല. വീണ്ടും കുട്ടിയുടെ മേൽ പഴിചാരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്നു കുട്ടിയെ നിങ്ങൾ നോക്കൂ. അതൊക്കെ പറയുന്നുണ്ട്. ഇവർ ശരിക്കും എന്താ പറയുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വീണ എസ് പിള്ള എന്ന് പറയുന്ന അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇവർ മാത്രമാണ് എന്നുള്ള കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. നന്നായിട്ട് അറിയാം, ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണു സുധിക്ക് അറിയാം. രേണു സുധി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇൻ്റർവ്യൂവിൽ. വീണ അറിയില്ല. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. സത്യം തന്നെയാണ്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ, മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത്. ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും. അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടല്ല, ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ രേണു സുധിക്ക് ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല. അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണുകുണാന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ ഒരു മെസ്സേജ് വെച്ചിട്ടില്ല. പിന്നെ അവളോട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചാൽ നോക്ക്, നന്നായിട്ട് പിക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. മെസ്സഞ്ചറിലൊക്കെ ഗുണഗുണാന്ന് മെസ്സേജ് അയക്കാം. എനിക്ക് ഓർമ്മയില്ല. വർഷങ്ങൾക്ക് എത്രയോ ഇന്ന് വരെ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്ക് ഇവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതിൻ്റെ അകത്ത്, നമ്മൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പ്രൊഫൈൽ പിക്ചറായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ആ പ്രൊഫൈൽ പിക്ചറായിരിക്കും.
അത് സത്യമായിട്ടുള്ള കാര്യമാണ്. രേണു പറയുന്നത് ഞാൻ ഇവരെ കണ്ടിട്ടില്ല, പക്ഷേ അതും ഇവരെ സമ്മതിക്കുന്നുണ്ട്. നേരിട്ട് നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. രേണു ബബ്ബ തന്നെയാണ് അടിക്കുന്നത്. സത്യം പറയാമെന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് ഇവർക്ക് മനസ്സിലായി. പിന്നെ ഇവർ രേണുവിനായിട്ടാണ് ഇപ്പോൾ ഈ ലൈവ് ചെയ്തിരിക്കുന്നത്. ഇവർ പറയുന്നുണ്ട് രേണു സുധീന്ന് ആദ്യം പറഞ്ഞ ശേഷം പിന്നെ പറയുന്നത് രേണു, പിന്നീടാണ് രേണു സുധിയായത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഇനിയെങ്കിലും ഇതുപോലത്തെ ഇത് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സത്യമാണ്. നമ്മളൊരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരുടെ പ്രൊഫൈൽ പിക്ചറാണ് നോക്കുന്നത്. രേണു എന്തായാലും നോക്കിയിട്ടുണ്ടാവും. രേണുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ രേണുവിനെ അത് തുറന്നു പറയുന്നതുകൊണ്ട് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞു. തെളിവ് സഹിതം ചോദിക്കുമ്പോഴും എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ലേ രാമനാരായണ എന്ന് പറയും പോലെയാണ് രേണു പറയുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് ഇവരായിട്ടാണ് തകർത്തതെന്ന് പറയുന്നുണ്ട്. അത് സത്യമാവാനും ചാൻസ് ഉണ്ട്. രേണു ഇനി ഒരിക്കൽ പറഞ്ഞായിരിക്കില്ല, ഇനി ഒരിക്കൽ പറയും. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു ഉടായിപ്പായിട്ട് മിക്കവാറും രേണു വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. രേണു തന്നെ സൂക്ഷിച്ച രേണുവിനെ ദുഃഖിക്കേണ്ട. രേണുവിന് ഇനി ഒരു മാസം കഴിഞ്ഞ്, ഒരു മാസവും ഇല്ല, ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ എന്ത് തന്നെയാലും ബിഗ് ബോസിലേക്ക് പോകേണ്ടി വരും. രേണുവിന് ഇത് നല്ല നെഗറ്റീവായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും വാ കൂട്ടി മിണ്ടാതിരുന്നാൽ കുറച്ച് നാളകം അവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ കെട്ടിക്കൊണ്ടുപോയ പെട്ടിയും പൂട്ടി തിരിച്ചു വരേണ്ടി വരും. ഈ വീണ എന്ന് പറയുന്ന അവർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കിച്ചുവിനെ കുറിച്ചിട്ടും വളരെ ബാഡായിട്ട്, അത്രയും മോശമായിട്ടാണ് രേണു പറഞ്ഞിട്ടുള്ളത്. അതിന് ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കിച്ചുവിനെ ഇഷ്ടമല്ല എന്നുള്ളത് രേണുവിൻ്റെ പല ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കിച്ചുവിൻ്റെ പേര് എടുത്ത് പറയുന്നതിലൂടെ മനസ്സിലാക്കിയത്. എന്ത് തന്നെയായാലും പെറ്റമ്മ അല്ല രേണു എന്ത് പറഞ്ഞാലും അങ്ങനെ രണ്ടാനമ്മമാർ നല്ല അമ്മമാരായിട്ടുള്ളവരും ഉണ്ട്, ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞില്ല. പക്ഷേ രേണു കാണിക്കുന്ന സ്നേഹം ഒരു ഒറിജിനൽ ആയിട്ടുള്ളത് പോലെ തോന്നിയിട്ടില്ല. കാരണം അത് കുറേ യൂട്യൂബേഴ്സായാലും എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ തെളിവുകളോടെയാണ് പറയുന്നത്, പക്ഷേ അതിപ്പോൾ പുറത്ത് വിടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. രേണുവിന് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ രേണു ആ വീഡിയോയിൽ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവരുടെ ലൈവ് 32 മിനിറ്റോളം ഉണ്ട്. ഞാനത് എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ ഞാൻ മുഴുവൻ കണ്ടതാണ്. അതിന് പറയുന്ന അവരുടെ അച്ഛൻ എന്തോ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവരുടെ അടുത്ത് തെളിവുകളുണ്ട് എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ രേണു ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അവർക്കും എല്ലാം അറിയാം എന്നുള്ള കാര്യം രേണു മനസ്സിലാക്കണം. അവരത് എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് വരാൻ പോകുന്നത്. അവർക്കൊരു നാണക്കേടുമില്ല. കാരണം അവർ നിയമപരമായി ഡിവോഴ്സ് ആയവരാണ്. അവരെക്കുറിച്ച് നിങ്ങൾ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. അവരുടെ കുടുംബജീവിതം തകർത്തത് നിങ്ങളാണെന്നാണ് അവർ പറയുന്നത്. കാരണം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതം നിങ്ങൾ കാരണമാണ് തകർന്നതെന്ന് അവർ പറയുന്നുണ്ട്. രേണു പറയുന്നത് പച്ചക്കള്ളാണ്. അവൾ ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെയാണ് മാത്രമാണ് സത്യം പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാമിൽ കയറി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലയായിട്ടും രേഷ്മ പി തങ്കച്ചനായിട്ടുള്ള തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇനി അധികം സോഷ്യൽ മീഡിയയിൽ കൂടി കിടന്ന് അങ്ങനെ പറയാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിനായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും എടുത്ത് റിയാക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇതിൻ്റെ അകത്ത് അവസാനമായിട്ട് ഈ വീണ എസ് പിള്ള പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് കേൾക്കാം. ഇനി അടുത്തത് രേണു സുധിയോടുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. രേണു, നീ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സുധി എൻ്റെ ആരായിരുന്നു, ഞാൻ സുധിയുടെ ആരായിരുന്നു ലോകത്തിൽ അറിയാവുന്ന കുറച്ചെങ്കിലും വ്യക്തികളുണ്ട്. നീ തന്നെയാണ് നിന്റെ വിദ്വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും അവരാരും പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അവർ വിദ്യയായിട്ടോ മന്ദബുദ്ധികളായിട്ടോ ഒന്നുമല്ല. നീ കളിച്ചോ, അല്ലെങ്കിൽ നിനക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ മുമ്പിൽ ഇനിയും അപഹാസ്യ കഥാപാത്രമാകാതെ നീ ചെയ്യുന്ന എന്ത് തൊഴിലാണോ അത് ചെയ്ത് നീ മുന്നോട്ട് ജീവിക്കുക. ഓൾ ദ ബെസ്റ്റ് രേണു സുധി. ഓക്കെ, താങ്ക് യു സോ മച്ച്. രേണു ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. രേണുവിൻ്റെ കഴിവ് കൊണ്ട് രേണു ഇനി അഭിനയിക്കുന്നതിനോ ഒന്നിനും പ്രശ്നമില്ല. പക്ഷേങ്കിൽ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം വെച്ചിട്ട് രേണു നടത്തുന്ന ഈ ഡ്രാമ വളരെ ബോറാണ്. രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സുധിച്ചേട്ടൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ വെച്ച് പെർഫ്യൂമാക്കി. അതിനെക്കുറിച്ചിട്ട് മറുനാടൻ എന്ന് പറയുന്ന ആ ചാനലിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ലണ്ടനിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ലക്ഷ്മി നക്ഷത്രത്തെ കണ്ടപ്പോൾ ഞാൻ ആ സ്പ്രേയുടെ കാര്യം മറ്റോ എന്തോ ചോദിച്ചപ്പോൾ ഒരു ചെറിയ ചിരിയോടെയായിരുന്നു എനിക്ക് ഉത്തരം നൽകിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്. രേണു ഇതൊക്കെ ആൾക്കാരെ കാണിക്കുക, എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് തന്നെ തോന്നിയത്. തലേന്ന് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുധിച്ചേട്ടനാണ് പോയത്. എന്നിട്ട് സുധിച്ചേട്ടൻ്റെ മുണ്ടും, അതായത് ലുങ്കിയും ബനിയനൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നു, ഷൂസ് സൂക്ഷിച്ച് വയ്ക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രോഫി സൂക്ഷിച്ച് വെച്ചത് കെട്ടിനടിയിലായി പോയി എന്ന് മാത്രം. അത് സ്നേഹം കൊണ്ടാണ്. പിന്നെ
രേണു പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ തന്നെ രേണുവിന് കിച്ചുവിനോട് ഇഷ്ടമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. ഞാൻ കിച്ചുവിൻ്റെ ഒരു അവസ്ഥയാണ് വിചാരിക്കുന്നത്. കിച്ചുവിന് സത്യം പറയാമെന്ന് വെച്ചാൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ഇപ്പോൾ അച്ഛൻ്റെ ചേട്ടൻ്റെ കൂടെയൊക്കെയാണ് താമസിക്കുന്നത്. അവർക്ക് എന്തിനേലും തമ്മിൽ രക്തബന്ധമില്ലോണ്ട് അവരെന്തായാലും ആ കുട്ടിയെ നോക്കും. പിന്നെ അവന് 10-20 വയസ്സ് കഴിഞ്ഞു. അവരെങ്ങനെ പഠിച്ചൊരു ജോലി നേടി അവൻ സ്വന്തം കാലിൽ നിൽക്കും. അവനാകെ പിന്നെയുള്ള ഒരു രക്തബന്ധം എന്ന് വെച്ചാൽ ഋതപ്പനായിട്ടാണ്. ഇനി ഋതപ്പൻ വളരുന്നതനുസരിച്ച് രേണു പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടാണ് വളരുന്നതെങ്കിൽ ചേട്ടൻ ഇനിയും തമ്മിൽ പറഞ്ഞ് തെറ്റിക്കാതിരിക്കുക. രേണു പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. രേണുവിൻ്റെ പാസ്റ്റ് സുധിച്ചേട്ടൻ പറഞ്ഞാൽ രേണുവിൻ്റെ തെളിവ് സഹിതമായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രേണു ആദ്യം അത് സമ്മതിച്ചില്ല, പിന്നെ സമ്മതിക്കേണ്ടി വന്നു. ആദ്യമേ സമ്മതിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് വരില്ല. ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് മാത്രമല്ല സുധിച്ചേട്ടനും ഉണ്ടായിരുന്നു. അവർ ഡിവോഴ്സായ ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചതെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല.